ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെയാണ് എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? ഇവിടെ എനക്കും മക്കൾക്കും അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് എന്താ അറിയോ, സംഭവം എന്താ അറിയോ, നിങ്ങൾക്ക് കാണിച്ച് തന്നേ പറ്റുള്ളൂ. ഞാൻ രാത്രി കടല വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ, രാവിലെ പുട്ടും കടലാക്കാട്ട്. അപ്പോൾ നോക്കുമ്പോൾ കുട്ടികൾക്ക് ഒരാൾക്ക് പുട്ട് വേണ്ട, ഒരാൾക്ക് കടലക്കറി വേണ്ട. അങ്ങനെ അപ്പോൾ ഞാൻ എന്ത് പണിയെടുത്ത് അറിയോ, കുറച്ച് ഉള്ളിയും കടല എന്താക്കി അടുപ്പത്ത് വെച്ച്, ഉള്ളിയും തക്കാളിയും പക്ഷേ നമ്മൾ സാധാരണ കടലക്കറിക്ക് വെക്കില്ല, കുറേ കടല ഇട്ടിട്ട് കുറച്ച് കറിക്ക് നമ്മൾ കുറച്ച് തോനിടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് അതിക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ കടലക്കറിക്ക് അടുപ്പത്ത് വെക്കും പോലെ വെച്ചിട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ അടുപ്പത്ത് ലേസം എന്താക്കി വേറെ ചട്ടിയിൽ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് 2 ഗ്ലാസ് അരി എടുത്തിട്ട് ആ 2 ഗ്ലാസ്സിന് കണക്കായ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചെറിയ ജീരകം ഉള്ളിയും തേങ്ങയും കൂടി നമ്മൾ ബീഫ് പിടിയാക്കൂലേ, ബീഫ് പിടി ചിക്കൻ ഇട്ടിട്ട് ഇതൊക്കെ നമ്മൾ പിടിയാക്കൂലേ, കുഞ്ഞിപ്പത്തൽ എന്ന് പറയും, കറി പറയും, പിടി പറയും. ഇത് ഞാൻ അതുപോലെ കടലപ്പിടി കേട്ടോ. അപ്പം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഇതെന്താക്കി വാട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഇതാക്കൂലേ, ഉരുള പിടിച്ചിട്ട് ഇങ്ങനെ ആവിക്ക് വേവിച്ചിട്ടൊന്നുമില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വാട്ടുമ്പോൾ തന്നെ നല്ലോണം വെന്തിട്ടല്ലേ വരിക. അപ്പോൾ ഞാൻ എന്താ കാട്ടിയത്, രാവിലെ എന്താ കാട്ടേണ്ടത്, പിന്നെ മക്കൾക്ക് ആർക്കാർക്കും പുട്ടാക്കി വെക്കുമ്പോൾ പുട്ടാക്കാൻ പറഞ്ഞപ്പോൾ പുട്ട് വേണ്ട, പുട്ടും കടലക്കറിയും വേണ്ട. ഒരാൾ പറയും പുട്ടാക്കണ്ട, പൂരിയും കടലക്കറിയാക്കും. ഒരാൾ പറയും ഉമ്മ പിന്നെ ദോശയും കടലക്കറിയാക്കും. ഒരാൾ പറയും ഇഡ്ഡലി. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇതൊരു വെറൈറ്റി ആക്കി കൊടുക്കാട്ട്. നിങ്ങളെല്ലാവരും ചെയ്യലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇത് എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇനിയിപ്പോൾ എല്ലാവരും ചെയ്യലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഞാൻ ചെയ്ത്, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് പിന്നെ അങ്ങനെ എന്താ ചെറിയ ബോൾ ഇതാക്കിട്ടോ. ഇത് ഞാൻ ഫസ്റ്റൊക്കെ ചെറിയ ബോളാക്കിയിട്ട് വെച്ചിരുന്നേ, പിന്നെ സമയമായി, കുറേ സമയമായല്ലോ, കുട്ടികൾക്ക് ആകുമാണല്ലോ. പിന്നെ ഞാൻ എന്താക്കി മോള് മദ്രസ വിട്ട് വന്നപ്പോൾ ഓളെയും കൂട്ടിയിട്ട് അങ്ങനെ ഇത് റോളാക്കി വെച്ച്. ഇതേ ഒരു പണിയുള്ളൂ, ബാക്കി ഈസി ആട്ടോ. നല്ല ഇഷ്ടപ്പെട്ടും ചെയ്തിന് കുട്ടികൾക്ക്, വെറുതെ ഞാൻ തള്ളിയല്ല, സത്യമായിട്ട് ശരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിനി. കുട്ടികൾ വന്നിട്ട് സ്കൂൾക്കും അതാ കൊണ്ടുപോയത്. വൈകുന്നേരം സ്കൂളിൽ വന്നിട്ടും ഇന്നലെ സ്കൂളിൽ വന്നിട്ടും ചോദിക്കുന്നുണ്ട് ഉമ്മ അന്ന് രാവിലെ ആക്കിയതുണ്ടോ, അടിപൊളി ഉണ്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നത്തെ വിശേഷം എന്താ പറയുക, കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ എന്ത് വിചാരിച്ചു, ഇത് സ്കൂൾക്ക് കൊണ്ടുപോകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. ചീര ഉണ്ടായിന് കേട്ടോ, ചീരപ്പേരിയാക്കി കുട്ടികൾക്ക് ഇത് നാഷ്ടി തിന്നാനും കൊടുക്കുക, ചീരപ്പേരി ആക്കിയിട്ട് അതും മുട്ടയും പൊരിച്ചിട്ട് സ്കൂൾക്ക് ചോറും കൊടുത്തയക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനാക്കിയത്. അത് 2 ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്സിൻ്റെ 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. നോക്കുമ്പോൾ അതന്നെ മതി പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് വ്യൂവേഴ്സ് ഉണ്ട് കേട്ടോ. എന്നാൽ അത്യാവശ്യം അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും എനിക്ക് എല്ലാ ദിവസവും ഫുൾ വീഡിയോ ഇടാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടെങ്കിലും ഞാൻ പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല ഉണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യട്ടെ മക്കളെ. പിന്നെ വെളിച്ചെണ്ണൻ്റെ അവസ്ഥ ഇതാണ്. ഈ കുപ്പീൻ്റെ കാര്യത്തിൽ തീർമാനമായി കേട്ടോ. അത് രാവിലെ തല വാരാൻ വേണ്ടിയിട്ട് ഒരു കുരിക്കപ്പോൾ തന്നെ ഈ കുപ്പീൻ്റെ കാര്യം ഇനി നോക്കാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും പോയി, കുറച്ചും കൂടി തോനെ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ലോണം ഒരുക്കി കൊടുത്ത്. പിന്നെ ഇപ്പം എന്താ വെളിച്ചെണ്ണക്ക് ഇനി നെക്സ്റ്റ് ഒഴിച്ചേക്കണ സമയത്ത് ഇതിൽ കാലിയാകുവോളം അങ്ങ് നിൽക്കട്ടെ വെച്ചിട്ട് ഇനി വലുതിൽ ഒഴിച്ച് വെക്കണം. പിന്നെ എന്താക്കാൻ, അത് കടലക്കറിയും വെന്ത് മറ്റേത് പിടി ഉരുട്ടിയിട്ടുമായി. അപ്പോൾ ഉള്ളിയിട്ട് തൂമിക്കുകയാണ് കേട്ടോ. കരിയാമ്പ് ഇല്ലേനു, കരിയാമ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് പറിക്കാനൊന്നും ഞാൻ പോകാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം ചോപ്പിച്ചിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് കരിയാമ്പിലുണ്ടെങ്കിൽ കരിയാമ്പിൽ ഇട്ട് കൊടുത്തോളി, മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തോളി, നിങ്ങൾക്ക് എന്തെല്ലാം വേണ്ട ഇട്ട് കൊടുത്തോളൂ. പക്ഷേ വെറുതെ പറയല്ലോ, സൂപ്പർ സാധനമാണ്, നല്ല അടിപൊളി ഉണ്ടായിന്. അങ്ങനെ ഇനി ആ ഞാൻ കുറച്ച് ഈ കടല തിന്നാത്ത കുട്ടികൾക്ക് ഇതൊരു ട്രിക്കാട്ടോ. കടല അതിൻ്റെ കൂടെ തിന്നു പോകുന്നുണ്ട്, കടലക്കറിയൊന്നും. ഇനിയിപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ കടലൊന്നും തിന്നാത്ത കുട്ടികൾക്കുള്ള ട്രിക്ക് ഇങ്ങനെയാകും. അങ്ങനെ ഈ പിടി ഞാനിതാ അതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നല്ലോണം തിളച്ച് ഈ മസാലയും ഇതൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ബീഫും ചിക്കനൊക്കെ വെക്കും. പക്ഷെ ഞാൻ തേങ്ങ അരച്ചിട്ടില്ല. അതിനെന്താക്കിനി തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ ഈ പൊടിയിൽ കൂട്ടീന് കേട്ടോ. വാട്ടുന്ന സമയത്ത് കൂട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഞാൻ വെറുതെ പറയല്ല, സൂപ്പർ സാധനമാണ്. എന്താ പറയുക, നമ്മളെ കൊണ്ട് എന്താണോ അതൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഇപ്പം നമ്മൾ ഈ രാത്രി കിടക്കുമ്പോൾ നമുക്ക് എന്താ ചിന്ത, എന്താ രാവിലെ നാശ്ത ഉണ്ടാക്കുക, കുട്ടികൾക്ക് എന്താ കൊടുത്തയക്കുക. രാവിലെ അങ്ങനെ കഴിഞ്ഞിട്ടിയാൽ പിന്നെ വിചാരിക്കും വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ എന്താ ആക്കി കൊടുക്കുക, എന്താ ഒരു കയറി വരുമ്പോൾ കൊടുക്കുക. ഇതന്നെയാണില്ലേ നമ്മളൊരവസ്ഥ. കറി എന്താ ഉണ്ടാക്കുക, നാശ്ത എന്താ ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ചീരപ്പേരി വെക്കുക കേട്ടോ. ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കൽ. പിന്നെ ഇപ്പോൾ ആർക്കാണ് ഉച്ചക്കൊക്കെ ഇപ്പം എനിക്ക് തന്നെ ആവശ്യമൊന്നുമില്ലല്ലോ, അതന്നെ മതിയല്ലോ. ഉച്ചക്കൊക്കെ ഉണ്ട് ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ഉച്ചക്കൊക്കെ മോന്തിക്കൊക്കെ ഒന്നും വെക്കണ്ട. മോന്തിക്ക് പിന്നെ ഈ കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും പപ്പടമോ മുട്ട എന്തെങ്കിലും പൊരിച്ച് അങ്ങനെ ഇതാക്കലാണ്. അതിക്കത് പച്ചമുളകും തേങ്ങയും ഒതുക്കിയിട്ട് കൊടുത്താണ് കേട്ടോ. നല്ല പാങ്ങുണ്ടായിനി. രാവിലെ അടുപ്പിൻ്റെ അടുത്തത്തെ അവസ്ഥ ഒന്നും ആരും നോക്കാൻ, അടുപ്പും സ്ലാവും ഇതൊന്നും ആരും നോക്കല്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഇങ്ങനെ പറ്റുള്ളൂ. എത്ര അഡ്ജസ്റ്റ് ആക്കാൻ നോക്കിയാലും ഇത്രയൊക്കെ തന്നെ പറ്റുന്നുള്ളൂ. കുറേ എല്ലാം തേച്ച് തുടക്കാനൊക്കെ നോക്കും. അങ്ങനെ പിന്നെ നേരായി കുട്ടികളെ നാശത്തൊക്കെ ആക്കാമെന്ന് ഞാൻ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. പക്ഷെ കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ കുറച്ചാക്കിയാൽ മതി. കുറച്ച് നമ്മളെ ഉമ്മമാരൊരു അവസ്ഥയാണ് ഇതല്ലേ. ഒരു പറയും കുറച്ചാക്കിയാൽ മതി, കുറച്ചാക്കിയാൽ മതി. എന്നിട്ട് ഞാൻ ഓനക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവൻ പറയാം ബാണ്ടും മാത്രമൊന്നും വേണ്ട. പക്ഷെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലേ. കുട്ടികൾക്ക് വിശപ്പ് മാറുമോ, കുട്ടികൾക്ക് ഇത് മതിയാകുമോ എന്ന് നമുക്ക് പിന്നെയും പിന്നെയും പാത്രത്തിൽ കോരിടാനേ തോന്നും. പക്ഷെ നമുക്കും അറിയും അധികമൊന്നും കുട്ടികൾക്ക് വേണ്ട, ഓരോ പള്ള പൈക്കുന്നതിന് തിന്നാൽ മതി എന്നുള്ളതൊക്കെ നമുക്കും തോന്നും. എന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല നമുക്ക്. പിന്നെയും പിന്നെയും നമ്മൾ ഇടുക ചെയ്യാം. അങ്ങനെ പിന്നെ ഓർക്ക് പിന്നെ സിധുവിന് മാത്രം ഇത് മതി പറഞ്ഞിട്ടാ. ചിപ്പൂനും ഉസ്നാക്കും ഈ നാഷ്ടൻ്റെ മതിയെന്നും പറഞ്ഞിട്ട് അതാണ് ആക്കി കൊടുക്കുന്നത്. നമുക്ക് എന്ത് കുട്ടികളെ പാത്രത്തിൽ ഇട്ട് കൊടുത്താലും നമുക്ക് മനസ്സൊക്കെ ഒരു ഗതികേടാണ്. മതിയാകുമോ, വിശപ്പ് മാറുമോ, വിശപ്പ് മാറുമോ. പക്ഷെ മക്കൾ ഇങ്ങനെ ആക്കും 16 വട്ടം പറയും കുറച്ചാക്കിയാൽ മതി, കുറേ ആക്കണ്ട, കുറച്ചാക്കിയാൽ മതി, കുറേ ആക്കണ്ട, കുറേ ആക്കണ്ട. പക്ഷെ നമുക്കൊരു സമാധാനം കിട്ടൂല സത്യം പറഞ്ഞാൽ. അഥവേ ഇന്നലെ എന്നിട്ട് ഇപ്പം എന്താണ് ഞാൻ കാട്ടിയ മുട്ട പൊരിച്ചിട്ട് സിധുവിന് പാത്രത്തിലാക്കി കൊടുത്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ട് വെച്ചിട്ട് മറന്നു പോയതാണ് പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ. അതാണ് കഥ. ഇതൊക്കെ ഇടുമ്പോൾ മക്കൾ പറഞ്ഞിട്ട് ഇത്ര ഇടണ്ട, ഇത്ര ഇടണ്ട, ഇത്ര ഇടണ്ട. അപ്പം ഞാൻ പറയും നിങ്ങൾ തിന്നിട്ട് ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നോളിന്ന്. അടുപ്പൊക്കെ അതാ ഇങ്ങോട്ട് വീതനൊക്കെ അതാ ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തല എത്തി നോക്കൽ തുടങ്ങിയിരിക്കണ്. പക്ഷെ ഇതൊന്നും ശരിയാക്കാനുള്ള സമയമൊന്നും അപ്പം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഒന്നും ഈ സമയമൊന്നും ഉണ്ടാവുമെന്നില്ല. ഒക്കെ ചടപടേനല്ല. എത്ര നേരത്തെ എണിച്ച് പണി ഒരുങ്ങാൻ നോക്കിയാലും ആ സമയം എത്തുമ്പോൾ ഒരു ചടപടേ ഇരിക്കും. അങ്ങനെ സ്നാക്ക് ബിസ്ക്കറ്റാണ് ഇട്ടാക്കി കൊടുത്തത്. പിന്നെ വെള്ളം, വാട്ടർ ബോട്ടിൽ ഇതെല്ലാം ആക്കി ഓരോന്ന് പറഞ്ഞയച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. എങ്ങനെ പടഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവിടെ ബാക്കിയായി എടുത്തിട്ട് പകുതിക്കൊക്കെ ഓടും വേണ്ടി വരും. തണുപ്പാണെങ്കിൽ മക്കളെ ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇന്നലെ പെരും തണുപ്പേനു. ഷട്ടറും ഇതൊക്കെ എടുത്ത് വലിച്ചിടലൊക്കെ തുടങ്ങിയിരിക്കണ്. മൂലക്ക് വെച്ചതൊക്കെ വലിച്ചിടാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഓരോ ലഞ്ച് ബാഗിലെല്ലാം വെച്ച് കൊടുത്ത് ഇതൊക്കെ ഒന്ന് ഇവരൊക്കെ ഒന്ന് വേണ്ട കോലത്തിലൊന്നും അയച്ചു. അപ്പോഴത്തേന് സിധു പോകും കേട്ടോ. സിധുവിൻ്റെ പിന്നെ വേഗിലവിടെ ആക്കി വെച്ച് കൊടുത്താൽ സിധു പോകും. താരാട്ട് പാട്ടോളം പാടുന്നൊരീനം. അങ്ങനെ പിന്നെ ഓരോക്കെ പറഞ്ഞയച്ച് നമ്മൾ ആശ്വാസത്തോടു കൂടി ഇരുന്നിട്ട് ഞങ്ങളില്ല നാശ്ത ഞാനും കഴിക്കുകയാണ് കേട്ടോ. വെറുതെ പറയല്ല, നല്ല രസമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.